ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ കുറച്ച് നാളത്തിന് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നേക്കണം. ഞങ്ങളൊരു ചെറിയൊരു യാത്ര നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്. എവിടെ നാമി നമ്മൾ പോണേ? ഏതാണ്? ദാന ഫാം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. നമ്മൾ ഇപ്പോൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അവിടെ കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെയാണ്. ഒരു റിസോർട്ടാണ്, സീഷോർ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഫാമാണെന്ന് തോന്നുന്നു. അപ്പോൾ ചെന്ന് നോക്കാം. ചെന്ന് നോക്കിയിട്ട് വിവരങ്ങൾ കാണിച്ചു തരാം. ഓക്കെ ബൈ. അപ്പോൾ നമ്മളിവിടെ പോകണമെന്ന് വെച്ചാൽ തൃശ്ശൂർ ഇരിങ്ങാലക്കുട അടുത്തായിട്ട്, അതായത് നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ 15 കിലോമീറ്റർ 30 മിനിറ്റത്തെ ഓട്ടം ഉണ്ടാവും ഏകദേശം. അവിടെക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ധന ഫാമാണ് ആദ്യം ഇതിൻ്റെ പേരുണ്ടായിരുന്നത്. അത് മാറ്റി ഇപ്പോൾ സീഷോർ മാറ്റിയിരുന്നു. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ എൻ്റെ വൈഫ് തന്നെയാണ് ഇത് സജസ്റ്റ് ചെയ്ത് അവരുടെ വൈഫിൻ്റെ കൊളീഗ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ശരിക്കും. വിസിറ്റ് എന്തൊക്കെ അങ്ങനെയൊക്കെയാണെന്നുള്ള വിവരങ്ങൾ തരാം. അങ്ങനെ നമ്മളത് സീഷോറിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ എത്തിയിരിക്കണം. ഫ്രണ്ട് ഗേറ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ സെക്യൂരിറ്റി ഒരാളുണ്ട്. ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് സൈഡിലേക്ക് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അതാണ് അവിടുന്ന് എൻട്രൻസ് വരുന്നത്. നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. സംഭവം ജംഗിൾ ബുക്കിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും ഉണ്ട്. കാരണം മൗഗ്ലി, ബഗീര, ബാലു, അവരുടെ കുഞ്ഞൊക്കെ എല്ലാ ടീംസും ഉണ്ട്. കാരണം അപ്പം അത് മൗഗ്ലി ജംഗിൾ ബുക്കിൻ്റെ ഒരു ഇതാണ്. പിന്നെ തവള, നമ്മൾ നോക്കിയിരിക്കുന്നത് കുഞ്ഞു തവള, അക്രം പുത്തോ. അതുകൂടാണ്ട് നമ്മളെ മറ്റൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ പല ഐറ്റംസ്. പച്ചചാട്ടനുണ്ട്, സാധാ പുൽച്ചാരി, നല്ല മുന്നിൽ സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് അതിനുള്ളിൽ വേറെ കുട്ടികളായി കളിക്കുന്ന ഒരു പാർക്ക് സമയത്തുണ്ട്. തൃശ്ശൂരത്തിൻ്റെ അന്നേരം ഇത് ഓന്താണ്, നിറയെ ഓന്ത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഡിസൈൻസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ എൻ്റെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരു സ്കേറ്ററൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നന്നായിട്ട് അത് അവളയുടെ ഒരു മുഖന്മാർ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ഉള്ളൊരു നാവുമാരി ഉണ്ടാക്കി വെച്ചിട്ടുള്ള. ഇതിൻ്റെ ഇവിടുത്തെ സൈഡിൽ തന്നെ ഇവിടെ നമുക്ക് ബോട്ടിങ് ഉണ്ട്. ചെറിയ മറ്റേ ചവിട്ടി റൈഡ് ചെയ്യുന്ന സേഫ്റ്റി ബോട്ട് ഇവിടെ കാണിച്ചത്. സൈഡിൽ തന്നെ കുറേ നഴ്സറി, ഇത് ചെടികൾ, വൃക്ഷങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പരിപാലിക്കുന്ന ഒരു കേന്ദ്രം. പിന്നെ ഇവിടെ അല്ല ഞാൻ പറഞ്ഞ ചെറിയൊരു ബോട്ടിങ് ടോക്കൺ ഉണ്ട്. അവിടെ ക്യാഷ് മേടിക്കണം. അവിടെ ബോട്ടിങ് ആളുകൾ പോകുന്നുണ്ട്. ഇവിടെ കണ്ട ബോട്ടിങ് പോയിക്കൊണ്ടിരിക്കണം. അവിടെ കുതിര ഉണ്ട്. തന്നെ കുതിര റൈഡിങ്, ഹോഴ്സ് റൈഡിങ്. ഇതിനുള്ളിൽ പിന്നെ എന്തോ സംഭവം ഉണ്ട്. സത്തമാണ് കോഴിയാണ്. ഇവിടെ പിന്നെ കുതിര റൈഡ് ഉണ്ട്. ഇതിപ്പോൾ ഒരാൾക്ക് വരുന്നത് പിന്നെ 100 രൂപ ഒരാൾക്ക് വരുന്നത്. പിന്നെ ട്രെയിനും ഏകദേശം മൊത്തത്തിലൂടെ കറങ്ങുമെന്ന് പറഞ്ഞത്. അതിൽ പിന്നെ ഒക്കെ 100 രൂപ തന്നെയാണ് എണ്ണം. അല്ല, ട്രെയിന് 30 രൂപ. സോറി, ട്രെയിൻ വരുമ്പോൾ 30 രൂപ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ബമ്പർ കാർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. അത് പിന്നെ 2 ആൾക്ക് 100 രൂപ വെച്ചിട്ട്.
അങ്ങനെ പറഞ്ഞത്. ബോട്ടിങ്ങിൽ 4 ആളുകൾക്ക് 100 രൂപ വേണം, 4 ആൾക്ക് ഈ ബോട്ടിൽ പോകണമെങ്കിൽ. ട്രെയിനിൽ എങ്ങനെ മൊത്തത്തിൽ എല്ലാവരും അതിന് ശേഷം അതല്ലേ മൊത്തം റൗണ്ട് ചെയ്യും അല്ലേ ട്രെയിൻ? ഇതോ തൊട്ടു ഞാനുണ്ട് ഇവിടെ കേട്ടോ, തൊട്ടു ഞാൻ കാണുന്നുണ്ടതാ. നമ്മൾ ട്രെയിനിനുള്ള ടോക്കൺ എടുക്കുന്നുണ്ട് 3 ആൾക്കുള്ള. ട്രെയിനിൽ പോകുമ്പോൾ 8 ആളായി കഴിഞ്ഞാൽ ട്രെയിൻ പോകുന്ന പറഞ്ഞേക്കണം. അപ്പോൾ 3 ആളെ ഞങ്ങൾ പിന്നെ കുറച്ച് 5 ആൾക്കാർ വേറെ എടുത്തിട്ടുണ്ട്. അങ്ങനല്ല ടോക്കൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യാൻ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകാനുള്ള വാണിംഗ് തന്നിട്ടുണ്ട്. സൈറൻ നോക്കിയിട്ട് ആളുകൾ കയറിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒരു ഓൾറെഡി സീറ്റൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റത്തെ പോയി വിജനമായ സ്ഥലത്തൂടെ ട്രെയിനിങ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജനമായ വഴികളെ ഫാമിൻ്റെ ഓറഞ്ച് എന്നിട്ട് പോകണം. എൻ്റെ അതിർത്തികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഫാമിൽ. ട്രെയിൻ യാത്ര എങ്ങനെയുണ്ടാവും? ഈ ട്രെയിൻ യാത്ര ഉഷാറാണ്. ഇവിടെ തൊട്ടുകാരുണ്ട് കേട്ടോ. തൊട്ടുകാർ പാലില്ലാത്തതും അത് കുറവായിട്ട് ഇല്ലായിരിക്കും ചിലപ്പം. മനോഹരമായ കാഴ്ച അല്ലേ ഇത്? നല്ലൊരു ഐഡിയ ആണ് എന്തായാലും. ഇത്രയും വലിയൊരു സ്ഥലത്ത് ഫാം വന്നിട്ട് അതിൽ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആളുകളെ ആകർഷിക്കാൻ, ആളുകൾ വന്ന് ഒരു എൻജോയ്മെൻറ്റ് ഇരിക്കാൻ പറ്റിയ സ്ഥലമായിട്ട് ആകർഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. വളരെ നൈസ് സ്ഥലം. സൂപ്പർ. നമ്മൾ ഏകദേശം എൻഡിങ്ങിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ട്രെയിൻ യാത്രയുടെ എൻഡിങ് ആയിക്കൊണ്ടിരിക്കണം. നമ്മൾ അവസാന പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാണ്. ട്രെയിൻ ഇതാ ഏകദേശം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായി. സ്റ്റേഷനിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കാർ റൈഡിങ്ങിനുള്ള കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാറ് ഇപ്പോൾ ഒരു 8 കാറുണ്ട്, ആരും ഇല്ല.
അപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് കണ്ടിരുന്ന കാഴ്ചകളിലൊന്നാണ് ഇപ്പോൾ ഇവിടെ കുതിരകള് അല്ല അവരുടെ സ്ഥലമാണ് കുതിരകൾ. അതിനോട് ഇവിടെ ഒട്ടകം ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ഒട്ടകം കൂടെ ഉണ്ട് ആണോ ഒട്ടക ഒട്ടകാണ് അവിടെ ഒരു അതുണ്ടായിരുന്നു കൂടാണ്ട് കുതിരകൾ കാണിച്ചത്. ഉള്ളിലൊക്കെ കുറേ കുതിരകളുണ്ട്. നല്ല കളർഫുൾ കുതിരകളാണ്. കുതിര വേറെ ഇതൊരു ചെമ്പൻ കുതിര, ഒരു കറുത്ത കുതിര, ചരക്കുള്ള കുതിര. സൂപ്പർ സൂപ്പർ. ഇതിൻ്റെ ഇടയിൽ ഒരു സ്റ്റാച്ചു ഉണ്ട് ആനൻ്റെ കാണിച്ചത്. ഇത് വേറൊരു നല്ല അടിപൊളി കുതിര, നല്ല വലിയ കുതിര. ഇവിടെ വേറെ സാധനം ഉണ്ട് അങ്ങനെ ജെല്ലിക്കെട്ട് കാണാൻ സാധനം. എന്ത് സാധനം നമ്മളിതേ പോയിട്ട് ടിക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിക്കോ, അവിടെ പോയിക്കോ. നമ്മളങ്ങോട്ട് കയറാമോ? ബോട്ടിൽ കയറാൻ പോവാം. അപ്പോൾ ബോട്ട് റൈഡ് അടുത്താണ് കേട്ടോ. ഓക്കെ നീലോട്ടാ ഇരിക്കേ. ബോട്ടുണ്ടോ? നമ്മൾ റൈഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശക്തി പോരാ ഗൈസ്. ആനയുടെ അവസ്ഥ പതുക്കെ പോയാൽ മതി. പതിന് പോയാൽ മതി. അതന്നെ ആശ്വസിച്ച് പോയാൽ മതി. എന്തൊക്കെ ചെയ്തു അങ്ങനെ ബോട്ടിന്റെ റൈഡ് നമ്മളിങ്ങനെ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ റൈഡൊക്കെ കഴിഞ്ഞു. നമ്മള് ഈ ബോട്ടിന്റെ സെക്ഷൻ ഇപ്പോൾ കഴിയും. നമ്മളിവിടെ എത്തിക്കണം, ബോട്ട് യാർഡിലെത്തി. അപ്പോൾ നമ്മൾ എല്ലാ റൈഡുകളൊക്കെ കയറി. കുതിര കയറിയില്ല, നമ്മൾ ബാക്കിയുള്ള ബോട്ടിലും പിന്നെ ട്രെയിനിലൊക്കെ കയറി. പിന്നെ കാറ് ഓടിച്ചു. ഇവിടെ പാർക്കിൽ കയറുമ്പോൾ ഇതുപോലെ നമ്മൾ എൻട്രൻസിൽ കയറി കഴിഞ്ഞിട്ട് പാർക്കിൽ കുട്ടികൾ കളിക്കാനുള്ളൊരു സെക്ഷൻ ഇവിടെ. അവിടെ ഒരു ഊഞ്ഞാലും സ്കൈറ്റിങ് ഒക്കെ ഉണ്ട്. ഇവിടെ സ്കൈറ്റ് റൈഡ് ഇവിടെ ഉണ്ട്.
ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് വലിയ ചിലവില്ലാത്ത ചെറിയൊരു ബഡ്ജറ്റിൽ വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ 3 മുടിക കിഴക്ക് വശമുള്ളതാണ് സീഷോർ. ആദ്യം ദാന ഫാം എന്നാണ് ഇതിൻ്റെ പേരുണ്ടായിരുന്നത്, ധന ഫാം എന്നായിരുന്നു. പക്ഷെ അത് മാറ്റിയിട്ട് ഇപ്പോൾ സീഷോർ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കും, ധന ഫാം എന്നടിച്ചാലും ഇത് കിട്ടും, സീഷോർ എന്നടിച്ചാലും നമുക്ക് കിട്ടും. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഏകദേശം 1/2 മണിക്കൂർ തോട്ടമുള്ളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഇതിനെക്കുറിച്ച് കേട്ടപ്പോഴേ സംഭവം കുഴപ്പമില്ല. ചെറിയൊരു ബഡ്ജറ്റിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. എല്ലാവരും ഒന്ന് ഇതൊക്കെ ഒന്ന് കണ്ടുപോവാം.